നാട്ടാനകളുടെ കണക്ക് വിവാദമായതോടെ തെറ്റുതിരുത്തി വനംവകുപ്പ് ചെരിഞ്ഞ ആനകളെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കി. നേരത്തെ ഹൈക്കോടതിയിൽ നൽകിയ ലിസ്റ്റിൽ നിന്ന് 20 ആനകളുടെ എണ്ണം കുറഞ്ഞു. ആനകളുടെ മൈക്രോചിപ്പ് നമ്പർ, പ്രായം എന്നിവയിലുണ്ടായ പിശകും പരിഹരിച്ചു. ആനകളുടെ കണക്കിലെ വ്യത്യാസം സംബന്ധിച്ച വാർത്ത മാതൃഭൂമി ന്യൂസാണ് പുറത്തു കൊണ്ടുവന്നത്. ബിനിൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബിനിൽ, പുതിയ കണക്ക് നൽകുന്ന സമയത്ത് ഉണ്ടായ തെറ്റ് എങ്ങനെയെന്ന് കൂടി വിശദീകരിക്കുന്നുണ്ടോ? മാധു, ആ തെറ്റെങ്ങനെ സംഭവിച്ചു എന്ന കാര്യം വിശദീകരിക്കുന്നില്ല. പക്ഷേ പട്ടിക തിരുത്തിയിരിക്കുന്നു. കാരണം ഹൈക്കോടതിയിൽ നാട്ടാനകളുടെ എണ്ണം സംബന്ധിച്ച വിവരങ്ങൾ കൈമാറിയതിൽ പിശക് സംഭവിച്ചുവെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വനംവകുപ്പ് ഒരു തിരുത്തൽ നടപടിയിലേക്ക് പോയിരിക്കുന്നു. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, തൃശ്ശൂരിലെ അറിയപ്പെടുന്ന ചെരിഞ്ഞ പല ആനകളുടെയും വിവരങ്ങൾ കൂടി ജീവിച്ചിരിക്കുന്ന ആനകളുടെ പട്ടികയിൽ പെടുത്തിയാണ് വനംവകുപ്പ് ആ റിപ്പോർട്ട് നൽകിയത്. ചുള്ളിപ്പറമ്പിൽ വിഷ്ണുശങ്കർ അടക്കം ആ ആനകളുടെ പേരുകൾ ജീവിച്ചിരിക്കുന്ന ആനകളുടെ കൂട്ടത്തിൽ വരികയും ചെയ്തു. 13 നാട്ടാനകൾ, ചെരിഞ്ഞ 13 നാട്ടാനകൾ ജീവിച്ചിരിക്കുന്നതായി വനംവകുപ്പ് കോടതിയെ അറിയിക്കുകയായിരുന്നു. അത് വലിയ വിവാദമായി. കാരണം ഈ മൈക്രോചിപ്പ് നമ്പറിലടക്കം തട്ടിപ്പുകൾക്ക് സാധ്യതയുണ്ട് എന്ന ആനപ്രേമി ഇതുമായി ബന്ധപ്പെട്ട മൃഗസ്നേഹികൾ കോടതിയിൽ എതിർ സത്യവാങ്മൂലം നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ടാണ് വനംവകുപ്പ് തിടുക്കപ്പെട്ട പട്ടികയിൽ ഒരു തിരുത്തൽ വരുത്തിയിരിക്കുന്നത്. ആ തിരുത്തൽ വരുത്തിയപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, നാട്ടാനകളുടെ എണ്ണം ഏതാണ്ട് 20 എണ്ണം കുറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പുതിയ കണക്ക് പ്രകാരം 349 നാട്ടാനകൾ, അതായത് എഴുന്നള്ളത്തിന് ഉപയോഗിക്കുന്ന 349 ആനകളാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ഉള്ളതെന്നാണ് വനംവകുപ്പ് അറിയിക്കുന്നത്. കഴിഞ്ഞ പട്ടികയിൽ, അതായത് 2 മാസം മുമ്പ് കോടതിയിൽ സമർപ്പിച്ച പട്ടികയിൽ അത് 369 ആയിരുന്നു. ഇപ്പോൾ ചരിഞ്ഞ ആനകളെ മാറ്റി ഇതിൽ റിപ്പീറ്റേഷൻ വന്നത് ഒഴിവാക്കി. മൈക്രോചിപ്പിൽ അടക്കം വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം പരിഹരിച്ചാണ് ഇപ്പോൾ ഒരു പുതിയ പട്ടികയുമായി വന്നിരിക്കുന്നത്. ഈ പട്ടികയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതിൻ്റെ ഉടമകളാര്, അതിൻ്റെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്നാണ് വന്നത് തുടങ്ങിയ കൂടുതൽ വിവരങ്ങൾ കൂടി ഇപ്പോൾ അറിയിക്കുന്നു എന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ ഈ സംശയങ്ങൾക്കൊക്കെ ഇട നൽകിയിരുന്നത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് ആനകളെ എത്തിക്കാൻ കഴിയില്ല, സംസ്ഥാനാന്തര ട്രാൻസ്പോർട്ടേഷൻ നിരോധിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ചെരിഞ്ഞ ആനകളുടെ മൈക്രോചിപ്പുകൾ മറ്റ് ആനകൾക്ക് മാറ്റിവെക്കുന്നു എന്ന അടക്കമുള്ള സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നാട്ടാനകളുടെ കണക്ക് തിരുത്തിയിരിക്കുന്നു.